അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് അറബി ഭാഷയിൽ ഇറക്കപ്പെട്ടു എന്ന ശത്രുക്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഓരോ റസൂലും ഏതൊരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരുന്നുവോ ആ ജനതയുടെ ഭാഷയിൽ പ്രബോധനം അല്ലെങ്കിൽ ദൗത്യം നൽകപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു റസൂലിനെയും അള്ളാഹു അയച്ചിട്ടില്ല. ജനതയുടെ ഭാഷയും ദൗത്യത്തിൻ്റെ ഭാഷയും ഒന്നല്ലാതിരിക്കുന്ന പക്ഷം എന്താണോ പ്രബോധനം ചെയ്യുന്നത് അവർക്ക് അത് വിവരിച്ചു കൊടുക്കാനും റസൂലിനും അത് മനസ്സിലാക്കുവാൻ ജനങ്ങൾക്കും പ്രയാസമായിരിക്കും. ഇതനുസരിച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട ദൗത്യങ്ങളും വേദഗ്രന്ഥവും അറബി ഭാഷയിലായതും. ഇക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികൾക്ക് മാത്രം റസൂലായിട്ടാണോ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നേണ്ട കാര്യമൊന്നുമില്ല. സർവ്വ മനുഷ്യർക്കും റസൂലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹു തന്നെ സ്പഷ്ടമായി വിവരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ലോകഭാഷകളിൽപ്പെട്ട മറ്റേതെങ്കിലും ഒരു ഭാഷയിലായില്ല അതെന്ന ചോദ്യത്തിനും ഒരു പ്രസക്തിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന് അറബികൾക്കിടയിൽ, അവിടുത്തെ മാതൃഭാഷ അറബി, അവിടുന്ന് മുഖാമുഖമായി പ്രബോധന കൃത്യം നടത്തുന്നത് അറബികളോട്, അറബികൾ മുഖാന്തരമാണ് ആ പ്രബോധനം ലോകത്ത് പ്രചരിക്കുന്നതും. എന്നിരിക്കെ തിരുമേനിയുടെ ദൗത്യം അറബി അല്ലാത്ത ഭാഷയിലാകുന്നതിൻ്റെ അപ്രായോഗികത എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. അറബി അല്ലാത്ത ഏത് ഭാഷയിലായാലും കൂടുതൽ പ്രയാസകരമായിരിക്കും പ്രശ്നങ്ങൾ. ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുവാനും അവർക്ക് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് അതത് ജനങ്ങളുടെ ഭാഷയിൽ റസൂലുകൾക്ക് ഈ ദൗത്യം അള്ളാഹു നൽകുന്നത്. എന്നാൽ പറയുന്നത് മനസ്സിലായിട്ട് പിന്നെയും സത്യത്തെ നിഷേധിക്കുന്നവർ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ അള്ളാഹു വഴിപിഴവിലാക്കുകയും ചെയ്യുന്നു. സത്യം മനസ്സിലായിട്ട് അതിൽ വിശ്വസിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അതെ, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഇതുമൂലം അവൻ പലരെയും വഴിപിഴവിലാക്കുന്നു, പലരെയും നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. തോന്നിയവാസികളെ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു തആല വഴിപിഴക്കിലാക്കുകയില്ല. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.